ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത് 4 മണിക്ക് നമുക്ക് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉള്ളിവടയാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് കണ്ടു നോക്കാം. നമ്മളിവിടെ 3 സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഉപ്പിട്ട് തിരുമ്മി ലെയറുകളാക്കി എടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിവടയ്ക്ക് ഏറ്റവും ടേസ്റ്റ് കിട്ടാൻ മൈദയുടെ അളവ് കൂടിപ്പോകാതെ ശ്രദ്ധിക്കണം. അതാണ് ഉള്ളിവടയ്ക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. നമ്മുടെ സവാളയുടെ അളവായിരിക്കണം കൂടുതൽ നിൽക്കേണ്ടത്. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇഞ്ചി സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അടുത്തതായി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലേക്ക് ഇച്ചിരി കൂടുതൽ കിടന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉള്ളിവടയ്ക്ക്. അടുത്തായി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തായി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തായി നമുക്കൊരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരുപാട് കൂടി പോകരുത്. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്കിത് എണ്ണയിലിട്ട് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഉള്ളിവട ഇനി റെഡിയാക്കി എടുക്കാം. നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു അരിപ്പയിലേക്ക് മാറ്റാം.
അങ്ങനെ നമ്മുടെ ഉള്ളിവട ഇവിടെ തയ്യാറായിരിക്കുകയാണ്. വളരെ സ്വാദിഷ്ടമായ ഉള്ളിവട നിങ്ങളെല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.